നമസ്കാരം. 2025 ആ ഒരു വർഷം കൂടി കടന്നു പോവുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ 2025 ഇന്ത്യക്ക് വേണ്ടി ഓരോ തുടർച്ചയും മാറ്റവും ഒരുമിച്ച് നടന്ന വർഷമായിരുന്നു എന്ന് പറയാം. ജനുവരി 1 തന്നെ രാജ്യം കടന്നത് ഉയർന്ന പ്രതീക്ഷകളോടെയായിരുന്നു. 2024 പൊതു തിരഞ്ഞെടുപ്പിനു ശേഷം രൂപം കൊണ്ട ഭരണ സംവിധാനം തന്റെ രണ്ടാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഭരണപരമായ സ്ഥിരതയും നയപരമായ തുടർച്ചയും 2025 നിർണയിച്ചു. ജനുവരി 26 നടന്ന റിപ്പബ്ലിക് ദിനാഘോഷം ആ ആത്മവിശ്വാസത്തിന്റെ പ്രതീകമായി മാറി. കർത്തവ്യ പഥത്തിലെ പരേഡിൽ സൈനിക ശക്തിയോടൊപ്പം വികസിത് ഭാരത് എന്ന ദർശനം അവതരിപ്പിച്ച സംസ്ഥാനങ്ങളുടെ ഫ്ലോട്ടുകൾ ഇന്ത്യ മുന്നോട്ട് പോകുന്ന വഴിയെ ദൃശ്യമായി അവതരിപ്പിച്ചു. ഫെബ്രുവരി 1 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് 2025-26 വർഷത്തിന്റെ സാമ്പത്തിക ദിശ വ്യക്തമാക്കിയ ദിനമായിരുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിനും റെയിൽവേയും ഹൈവേയും ഉൾപ്പെടെയുള്ള ഗതാഗത മേഖലകൾക്കും ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിനും വലിയ പ്രാധാന്യം നൽകിയ ബജറ്റ് തൊഴിൽ സൃഷ്ടിയും സ്റ്റാർട്ടപ്പ് വളർച്ചയും ലക്ഷ്യമിട്ടിരുന്നു. ഫെബ്രുവരിയിലെ ആദ്യവാരം തന്നെ ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ പാർലമെന്റിലും പൊതുസമൂഹത്തിലും ശക്തമായി നടന്നു. മാർച്ച് അവസാനത്തോടെ സംസ്ഥാനങ്ങളിലേക്ക് മൂലധന ചെലവിനുള്ള സഹായങ്ങൾ വിടുതൽ ചെയ്തതോടെ 2025 വികസന പ്രവർത്തനങ്ങൾ നിലത്തുതന്നെ തുടങ്ങാൻ സാധിച്ചു. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം ഇന്ത്യയിൽ പ്രത്യേക ശ്രദ്ധ നേടി. സ്ത്രീകളുടെ സംരംഭകത്വം, സ്വയം സഹായ സംഘങ്ങൾ, ഡിജിറ്റൽ ബാങ്കിംഗ് ആക്സസ് തുടങ്ങിയ മേഖലകളിൽ വർഷം മുഴുവൻ നടത്തിയ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനം ഈ ദിവസം ചർച്ചയായി. ഏപ്രിൽ 14 ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനം ഭരണഘടനാ മൂല്യങ്ങളെ പുതിയതായി ഓർമ്മിപ്പിച്ച ദിനമായി മാറി. രാജ്യവ്യാപകമായി നടന്ന സമ്മേളനങ്ങളിലും പരിപാടികളിലും സാമൂഹിക നീതിയും സമത്വവും 2025 ഇന്ത്യയുടെ അടിസ്ഥാന ശിലകളാണെന്ന് ആവർത്തിച്ചു. മെയ് മാസം ഇന്ത്യയുടെ വിദേശ നയത്തിൽ സജീവത കൊണ്ടുവന്നു. മെയ് 20 ആരംഭിച്ച പ്രധാനമന്ത്രി തലത്തിലുള്ള വിദേശ സന്ദർശനങ്ങൾ ഇന്തോ പസഫിക് മേഖലയിൽ ഇന്ത്യയുടെ പങ്ക് കൂടുതൽ ശക്തമാക്കി. ഊർജ്ജ സുരക്ഷ, സാങ്കേതിക സഹകരണം, പ്രതിരോധ, വ്യവസായം തുടങ്ങിയ വിഷയങ്ങൾ ഈ സന്ദർശനങ്ങളുടെ കേന്ദ്രമായി. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ഇന്ത്യയുടെ സോഫ്റ്റ് പവർ വീണ്ടും ലോകത്തിനു മുന്നിൽ തെളിയിച്ചു. രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത യോഗാചരണങ്ങൾ ആരോഗ്യബോധവും ജീവിത ശൈലി മാറ്റവും പ്രോത്സാഹിപ്പിച്ചു. ജൂലൈ മാസം ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പ്രതീക്ഷകൾ ഉയർന്നു. ജൂലൈ ആദ്യവാരം ഇസ്രോ നടത്തിയ ഉപഗ്രഹ വിക്ഷേപണങ്ങൾ കമ്മ്യൂണിക്കേഷൻ, ഭൂനിരീക്ഷണ മേഖലകളിൽ രാജ്യത്തിന്റെ കഴിവ് തെളിയിച്ചു. ഓഗസ്റ്റ് 15 നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷം 2025 ആത്മാവിനെ പൂർണ്ണമായി പ്രതിഫലിപ്പിച്ചു. ചുവപ്പ് കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തെ നേട്ടങ്ങളും മുന്നിലുള്ള ലക്ഷ്യങ്ങളും സർക്കാർ അവതരിപ്പിച്ചു. 2047 വികസിത ഇന്ത്യ എന്ന ദീർഘകാല ദർശനം 2025 പ്രവർത്തനങ്ങളിലൂടെ എങ്ങനെ രൂപം കൊള്ളുന്നു എന്നതിന്റെ വിശദീകരണവും അവിടെ ഉയർന്നു. സെപ്റ്റംബർ മാസം സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ തുടർച്ച കാണിച്ചു. GST കൗൺസിലിന്റെ യോഗങ്ങൾ നികുതി ഘടന ലളിതമാക്കുന്നതിനുള്ള തീരുമാനങ്ങളിലേക്ക് നീങ്ങി. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി സ്വച്ഛതാ ഭാരത് പോലുള്ള സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്ന ദിവസമായി മാറി. ഗ്രാമീണ ശുചിത്വം, മാലിന്യ സംസ്കരണം, ശുദ്ധജലം തുടങ്ങിയ മേഖലകളിൽ 2025 കൈവരിച്ച നേട്ടങ്ങൾ പൊതു ചർച്ചയായി. നവംബർ മാസം ഇന്ത്യയുടെ സാമ്പത്തിക കണക്കുകൾ രാജ്യാന്തര ശ്രദ്ധ നേടി. വളർച്ചാ നിരക്ക്, ഡിജിറ്റൽ ഇടപാടുകളുടെ വർധന, UPI സംവിധാനത്തിന്റെ വ്യാപ്തി തുടങ്ങിയവ ഇന്ത്യയെ ലോകത്തിലെ മുൻനിര ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി ഉറപ്പിച്ചു. ഡിസംബർ എത്തുമ്പോൾ 2025 തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വർഷം ഇന്ത്യക്ക് ഒരു സ്ഥിരതയുടെ വർഷമായിരുന്നു എന്ന് പറയാം. വലിയ അപ്രതീക്ഷിത സംഭവങ്ങൾ ഇല്ലാതെ തുടർച്ചയായ പ്രവർത്തനങ്ങളിലൂടെ രാജ്യം മുന്നോട്ടു നീങ്ങി. 2025 ഇന്ത്യ ഒരു മാറ്റത്തിന്റെ വഴിത്തിരിവിൽ നിർത്തിയില്ല, മറിച്ച് മുൻപേ ആരംഭിച്ച വഴികളിൽ ഉറച്ച കാൽവയ്പോടെ മുന്നോട്ട് നയിച്ചു. രാഷ്ട്രീയം, സമ്പദ് വ്യവസ്ഥ, ശാസ്ത്രം, സംസ്കാരം എല്ലാ മേഖലയിലും ചെറിയതെങ്കിലും സ്ഥിരമായ മുന്നേറ്റങ്ങൾ ഈ വർഷം രേഖപ്പെടുത്തി. ജനുവരി മുതൽ ഡിസംബർ വരെ ഓരോ മാസവും ഓരോ ദിവസവും ഇന്ത്യ തന്റെ സ്വഭാവ സവിശേഷതയായ സഹനവും ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു. അതുകൊണ്ട് തന്നെ 2025 ഇന്ത്യൻ ചരിത്രത്തിൽ വലിയ കൊടുങ്കാറ്റുകളുടെ വർഷമായി അല്ല, മറിച്ച് ദീർഘകാല വികസനത്തിന്റെ അടിത്തറ കൂടുതൽ ശക്തമാക്കിയ ഒരു മനോഹര വർഷമായി ഓർമ്മിക്കപ്പെടും.